ഹലോ ഓൾ, വെൽക്കം ടു ലേൺ അപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EVSൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ദ റോഡ് ടു ഇൻഡിപെൻഡൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹരണ സമരം. ഗാന്ധിജി കോൾഡ് ഫോർ കൺട്രി വൈഡ് സ്ട്രൈക്ക് ആഫ്റ്റർ ദ ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ്. അപ്പോൾ ജാലിയൻ വാലാബാഗിന് ശേഷം ഗാന്ധിജി ദേശവ്യാപകമായ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. It was decided not to cooperate with the British government at any level. ബ്രിട്ടീഷ് ഗവൺമെന്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹരിക്കുവാൻ തീരുമാനിച്ചു. വാട്ട് വെയർ ദ ഡിമാൻഡ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? നിസ്സഹരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവർ ഈ പോസ്റ്റർ പിടിച്ചിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? പ്രൊമോട്ട് ഖാദി പ്രചരിപ്പിക്കുക, അവോയ്ഡ് ലിക്കർ മദ്യം വർജിക്കുക, പ്രൊപ്പഗേറ്റ് ദ ഹിന്ദി ലാംഗ്വേജ്, ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക എന്നിവയൊക്കെയായിരുന്നു. സ്ട്രഗിൾ ഇൻ കേരള ടു, സമരം കേരളത്തിലും. ആസ് എ പാർട്ട് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി വിസിറ്റഡ് കേരള ഓൾസോ. ഗാന്ധിജി അറൈവൽ പ്രൊവൈഡഡ് സ്ട്രെങ്ത് ആൻഡ് വിഗ്സ് ടു ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇൻ കേരള. സാൾട്ട് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ, ഉപ്പൊരു സമരായുധം. Salt is a thing we all need. The British levied taxes on salt which Indians prepared on their own seashores. Those who did not pay taxes could be even imprisoned. This was the law Gandhiji warned of mass violation of law if the tax on salt was not withdrawn. ഉപ്പ് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം അല്ലേ? നമ്മുടെ കടൽത്തീരത്തു നിന്ന് ഉപ്പ് എടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. നികുതി കൊടുക്കാതെ ഉപ്പ് ഉറുക്കുന്നതിൽ ചില ആൾക്കാർ ജയിൽ ശിക്ഷ അനുഭവിച്ചു. അപ്പം അതൊരു നിയമമായി. ഉപ്പിന്റെ നികുതി എടുത്തു കളഞ്ഞില്ല എങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. അതാണ് ഉപ്പൊരു സമരായുധം. ദണ്ഡി മാർച്ച്. സബർമതിയിൽ നിന്നും കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ ദൂരം പൊള്ളുന്ന വെയിലിൽ നടന്ന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡിക്കടുപ്പുറത്തെത്തി ജനങ്ങളെ നോക്കി നിൽക്കെ അദ്ദേഹം ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലങ്കയിൽ ആകാശത്തേക്ക് പിടിച്ചുയർത്തി. ഈ പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. അപ്പോൾ ഉപ്പ് കുറുക്കി അവർ നിയമം ലംഘിച്ചതോടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങൾക്കെല്ലാം പതിയെ ഒരു നിയമങ്ങളെല്ലാം ലംഘിക്കാൻ തുടങ്ങി. കേരളവും ഉപ്പ് സത്യാഗ്രഹവും. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സമയത്ത് അംശി നാരായണ പിള്ളയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സമര കവിത പ്രശസ്തമായിരുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കവിതയാണ്. ജസ്റ്റ് ഒന്ന് പാടി നോക്കാം. Such songs provided more enthusiasm to the struggle for the freedom. Singing these songs, the Satyagraha is the set of the Payyanur seashore in Kannur to violate the law on the salt tax. K. Kelappan lead the protest in Kerala. Later, he became known as the Kerala Gandhi. ഇത്തരം സ്വതന്ത്ര സമര ഗാനങ്ങൾ സമരത്തിന് കൂടുതൽ ആവേശം നൽകി. ഇവ ആലപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹികൾ ഉപ്പ് നികുതി നിയമം ലംഘിക്കാൻ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. കേരളത്തിലെ സമരത്തിന് K. കേളപ്പൻ നേതൃത്വം നൽകി. കേരള ഗാന്ധി എന്ന അദ്ദേഹം അറിയപ്പെടുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ഗാന്ധിജി അടക്കമുള്ള പല നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു. സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന മറ്റു പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വതന്ത്ര സമര സേനാനികൾ ആരൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. Quit India 1942. Jawaharlal Nehru presented the Quit India resolution at the Congress session held in Bombay. Then Gandhiji called for the ultimate struggle for freedom. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അതിസമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. Let us prepare for the ultimate struggle, a strong struggle that excels all earlier struggles. Till now we protested in the peaceful way. Now it is time to finish this up and early as possible. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഈ സമരത്തിന് ആവേശമായി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സമരാഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനങ്ങൾ ഒന്നടങ്കം സമരത്തിനിറങ്ങി. ആഗസ്റ്റ് 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ഇത് മഹാത്മാഗാന്ധിയുടെ അഹിംസാ സന്ദേശത്തിന് ലോകം നൽകിയ അംഗീകാരമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒട്ടനവധി നേതാക്കൾ നമുക്കുണ്ട്. ആ കുറച്ച് നേതാക്കളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള നിരവധി ധീര ദേശാഭിമാനികളുടെ ത്യാഗപൂർണമായ സഹന സമരങ്ങളുടെ ഫലമായി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട ലേണിംഗ് ഔട്ട്കംസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് കേരള ഗാന്ധി? ആൻസർ, K. കേളപ്പൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്. ക്വിറ്റ് ഇന്ത്യ ഡേ ഓഗസ്റ്റ് 9. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസിൻ്റെയും അതുപോലെ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസിൻ്റെയും സ്ലൈഡ് കൊടുത്തിരിക്കാം. എല്ലാവരും വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ
ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.